ഈ ഒരു സംഭവം ഞാൻ വീട്ടിലുണ്ടാക്കിയതിൻ്റെ അന്ന് ഇതിൻ്റെ ഒരു അല്പം പോലും ബാക്കി വന്നിട്ടില്ല. ആ ചട്ടി പോലും ഞാന് കളഞ്ഞിട്ടുമില്ല കേട്ടോ. നല്ല അടിപൊളി വെറൈറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ദാണ്ടെ നമ്മുടെ ഗ്രീൻ പീസും 2, 3 തക്കാളിയും പിന്നെ ഇതുപോലെ ഒരു റിങ് വെച്ചിട്ട് 2 മുട്ടയും കൂടെ ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് വെന്ത് കിട്ടുമ്പോഴേക്കും മുട്ട എടുത്ത് മാറ്റിയിട്ട് ആ തക്കാളിയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി അല്ലിയും പച്ചമുളകും പിന്നെ അതിലേക്ക് പുതിന ഇലയും ചേർത്ത് ഇതുപോലെ അരച്ച് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ. അത് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി അതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കി ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനി ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് ഇതുപോലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത മുട്ട ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് ദാണ്ടെ ഇതുപോലെ വേവിച്ചെടുക്കണം. നല്ല അടിപൊളി ഒരു കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ.